Good afternoon, students. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 7 ഈക്വൽ ഷെയർസ് ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പ്രോബ്ലം ഡിവൈഡ് 421 ബൈ ഈച്ച് ഓഫ് 2, 3, 4, 5, 6, 7. അതായത് 421നെ ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 3 കൊണ്ട്, 4 കൊണ്ടും, 5, 6, 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ റിമൈൻഡേഴ്സിൽ ഉണ്ടാവുന്ന പെക്യുലാരിറ്റീസ് എന്താണ്? അത് നമ്മൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വാട്ട് അബൌട്ട് ഡിവൈഡിങ് 419 ബൈ ദീസ് നമ്പേഴ്സ്? ഇതുപോലെ തന്നെ 419നെയും ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് പെക്യുലാരിറ്റി ഉണ്ടാവുക? അതുപോലെ 420യും ഇതുപോലെ എന്ത് സംഭവിക്കും? 421 നമുക്ക് ചെയ്ത് നോക്കാം. 421നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ നമുക്ക് ക്വോഷ്യൻ്റ് 21, റിമൈൻഡർ 1 കിട്ടുക. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടിയത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും നമുക്ക് 1 കിട്ടിയത്. 5 കൊണ്ട് ചെയ്തപ്പോഴും 6ഉം 7ഉം ഒക്കെ ചെയ്തപ്പോഴും റിമൈൻഡർ എന്ത് കിട്ടി? നമുക്ക് 1 കിട്ടിയത്. അപ്പോൾ ഇതുപോലെ റിമൈൻഡേഴ്സൊക്കെ സെയിം ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നിങ്ങൾ 419നെയും 420നെയും ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്ത് പെക്യുലാരിറ്റിയാണ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് അത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ടേബിളൊക്കെ തന്നിട്ടുണ്ട്. കുറച്ച് എന്താണ് അതിൽ പറയുന്നത് നോക്കാം. ഫിൽ ദ ബിൽ, അതായത് ഇതൊരു ബില്ലാണ്, അത് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോണീസ് വെജിറ്റബിൾ ബിൽ ഈസ് ഷോൺ ബിലോ. ജോണി കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയതിൻ്റെ കുറച്ച് ബില്ലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ബൗട്ട്, എത്ര എമൗണ്ടാണ് വാങ്ങിയിരിക്കുന്നതെന്ന്. ഇനി 14 അതിൽ എത്ര പ്രൈസ് ഉണ്ട്, 1 കിലോന് എത്ര പ്രൈസ് ഉണ്ട്, ടോട്ടൽ എത്ര പ്രൈസായി, 9 കിലോഗ്രാമിന് എത്ര പ്രൈസായി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുക്കുംബർ 9 kg വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോഴത്തെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ കോളത്തിൽ പ്രൈസ് പെർ കിലോഗ്രാം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് പ്രൈസിന് പെർ 9 kgക്കാണ് 144. അപ്പോൾ 1 kgക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? 144നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിലോയ്ക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് അമരാന്ത് 5 kg വാങ്ങിയിട്ടുണ്ട്. 90 റുപ്പീസാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പ്രൈസ് പെർ കിലോഗ്രാം കിട്ടും. അതുപോലെ ടൊമാറ്റോ, ബിറ്റർ ഗാർഡ്, ബനാന, മൊറിങ്ക, ഒണിയൻ, സ്നേക്ക് ഗാർഡ്, ബീൻ. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ കിലോന് എത്ര വെച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, കുക്കുംബറിൻ്റെ എഴുതിയിട്ടുണ്ട്. എമൗണ്ട് 9 kgക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി പ്രൈസ് 144 ആണ്. അത് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 1 കിലോ കുക്കുംബറിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. 144 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് 1 കിലോൻ്റെ, അതായത് എത്ര രൂപയാണ്? 16 റുപ്പീസാണ് 1 kg ഓഫ് കുക്കുംബർ. അത് നമുക്ക് ഫസ്റ്റത്തെ കോളത്തിൽ എഴുതാം. ഇതുപോലെ ഓരോന്നിനും കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഇതിൻ്റെ താഴെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കാൽക്കുലേറ്റ് ദ പ്രൈസ് പെർ കിലോഗ്രാം ഓഫ് ഈച്ച് ആൻഡ് റൈറ്റ് ഇൻ ദ ടേബിൾ. അത് നമ്മളവിടെ എഴുതി തന്നെയാണ്. നിങ്ങൾ ടോട്ടൽ ആ രൂപ എത്രയായി എന്നതും കൂടി നിങ്ങൾ ആ ടേബിളിൻ്റെ താഴെ എഴുതി വയ്ക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലാണത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 528 കിഡ്സ് സ്റ്റാൻഡ് ഇൻ 8 ലൈൻസ്. ഈ 528 കിഡ്സ് 8 ലൈനിലായിട്ട് നിൽക്കുന്നുണ്ട്. ഹൗ മെനി ആർ ഇൻ ഈച്ച് ലൈൻ? ഓരോ ലൈനിലും എത്രയാണ്? വാട്ട് ഇഫ് ദേ സ്റ്റാൻഡ് ഇൻ 6 ലൈൻസ്? 6 ലൈൻസിലോട്ട് നിൽക്കുകയാണെങ്കിൽ എത്ര കുട്ടികളായിരിക്കും ഒരു വരിയിൽ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതായത് ആദ്യം നമുക്ക് എത്ര കുട്ടികളുണ്ടെന്ന് എഴുതണം, എത്ര ലൈൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു ലൈനിലേക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ അത് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 6 ലൈനിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു 6 ഡിവൈഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈനിൽ എത്ര കിട്ടുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 528 and number of lines is 8 and we want to find out the number of students in each line. So we have to divide 428 by 5, 8. നമുക്ക് നോക്കുന്നത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നമ്മൾ 528നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് 5ൽ പോവില്ല. അതുകൊണ്ട് നമ്മൾ 52 ആണ് എടുക്കുന്നത്. 52ൽ 8 എത്ര പ്രാവശ്യം പോവും? 52ൽ
48 വരെ 8 പോകും. എന്താ വെച്ചാൽ 8 ഇൻറ്റു 6 ആണ് 48. അപ്പോൾ 8 ഇൻറ്റു 6 48 എന്ന് എഴുതുന്നു. 8 ഇൻറ്റു 7 56 ആണ്. അതുകൊണ്ട് നമുക്ക് 52-നെയും കാട്ടി കൂടുതൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ 6 വരെ 6 എടുത്തത്. 8 ഇൻറ്റു 6 48 ആയി. ഇനി നമുക്ക് അതിനെ മൈനസ് ചെയ്യണം. 8 നിന്ന് 2 മൈനസ് ചെയ്യാൻ പറ്റും. നമ്മൾ അപ്പോൾ ബോറോ ചെയ്ത് ഇവിടെ കറക്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 12 8 മൈനസ് ചെയ്താൽ 4 ആണ്. നെക്സ്റ്റ് 8 താഴേക്ക് ഇറക്കിയിടണം. ഇറക്കിയിട്ടുമ്പോൾ ഇനി 48-ൽ എത്ര വശം? സെയിം 6 തന്നെയാണ്. അപ്പോൾ 48. അപ്പോൾ റിമൈൻഡർ 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ 68 സ്റ്റുഡൻസ് ആണ് ഓരോ ലൈനിലും ഉള്ളത്. 68 സ്റ്റുഡൻസ് ആണ് ഓരോ ലൈനിലും ഉള്ളത്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് 6 ലൈൻസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഇൻ 6 ലൈൻസ്, ഈച്ച് ലൈൻ കണ്ടെയ്ൻ വിൽ കണ്ടെയ്ൻ എത്ര സ്റ്റുഡൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 526 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. 52-ൽ 6 എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യമാണ് പോവുക. 48 കിട്ടും. ബാലൻസ് എത്രയാണെന്ന് ഉണ്ടാവുക? നമ്മളിതുപോലെ ബോറോ ചെയ്ത് നോക്കുമ്പോൾ 4 ആണ്. താഴെ ഇറക്കിയിട്ടു. 48-ൽ വീണ്ടും 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ആണ്. സോ ഓരോ കുട്ടിയിലും ഓരോ ലൈനിലും കിട്ടുന്നത് 88 സ്റ്റുഡൻസ് ആണ്. 6 ലൈൻസ് ആകുമ്പോൾ 88 സ്റ്റുഡൻസും 8 ലൈൻസ് ആണെങ്കിൽ 66 സ്റ്റുഡൻസും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 126 ചിൽഡ്രൻ ആർ ഡൂയിങ് ആൻ എക്സാം ഇൻ 7 റൂംസ്. 7 റൂംസിലായിട്ട് 126 സ്റ്റുഡൻസ് എക്സാം എഴുതിക്കൊണ്ടിരിക്കേണ്ടത്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ദ സെയിം ഇൻ ഈച്ച് റൂം. ഓരോ റൂമിലും കുട്ടികളുടെ എണ്ണം സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഇൻ ഈച്ച് റൂം, ഓരോ റൂമിലും എത്ര പേര് വെച്ചിട്ട് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് നോക്കാം. ഇനി നമ്മൾ തന്ന കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതുകയാണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ 126 ആണ്. നമ്പർ ഓഫ് റൂംസ് 7 ആണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഈച്ച് റൂം കണ്ടുപിടിക്കാൻ നമ്മൾ 126-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യാമെന്ന് ടീച്ചർ പറഞ്ഞുതരാം. 126 ഡിവൈഡ് ബൈ 7 ചെയ്യണം. നമ്മൾ ആദ്യം 1 എടുക്കുക. 1-ൽ പറ്റില്ല, പിന്നെയാണ് 12 എടുക്കുന്നത്. 12-ൽ 7 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോളൂ. എന്താ വെച്ചാൽ 7 ഇൻറ്റു 1 7 ആണ്. അത് കഴിഞ്ഞിട്ട് 7 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 14 ആണ് വരുന്നത്. സോ നമ്മളതിൽ 1 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം പോളൂ 7. നമ്മൾ 7 ഇൻറ്റു 1 7 എന്ന് താഴെ എടുത്ത് എഴുതുകയാണ്. ഇനി 12-ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. നെക്സ്റ്റ് 6-നെ ഇറക്കി ഇടുമ്പോൾ 56 എന്നാണ്. 56-ൽ 7 എത്ര പ്രാവശ്യം പോവും? 7 ഇൻറ്റു 8 ആണ് 56 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ റൂമിലും 18 സ്റ്റുഡൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ സ്കൂൾ സ്റ്റോർ ബൈസ് പെൻസ് ഫ്രം എ ഹോൾസെയിലർ. സ്കൂൾ സ്റ്റോറിൽ കുറച്ച് പെന്നുകൾ വാങ്ങിച്ചു ഹോൾസെയിൽ നിന്ന്. ഈ ഹാസ് പെൻ ഓഫ് 6 rupees, 7 rupees, 8 rupees ആൻഡ് 9 rupees. അവൻ്റെ കയ്യിൽ, ആ ഹോൾസെയിലിൻ്റെ കയ്യിൽ 6 രൂപേൻ്റെയും 7 രൂപേൻ്റെയും 8 9 രൂപേൻ്റെയൊക്കെ പേനകളുണ്ട്. അപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ 1 ആണ്. നോക്കിയോളൂ. 72 pens of 7 rupees are bought. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? 7 റുപ്പീസിൻ്റെ 72 പേന വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ എത്ര? നമുക്ക് അവിടെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഒന്നിൻ്റെ അല്ല കണ്ടുപിടിക്കേണ്ടത്, 72 പേനകളുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പേനയ്ക്ക് 7 രൂപ വെച്ചിട്ട് 72 പേനകളുടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു എന്ന് കണ്ടുപിടിക്കണം. അതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ്? അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? നമ്പർ ഓഫ് പെൻസ് ബോട്ട് ഫോർ 7 rupees. 7 രൂപയ്ക്ക് എത്ര പേന വാങ്ങിച്ചു? 72 pens. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് 504 rupees ആണ് വരുന്നത്. 72 ഇൻറ്റു 4 ടീച്ചർ എഴുതുന്ന ഓക്കെ എഴുതരുത്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിൽ വരുന്ന സബ് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് പെൻസ് ഓഫ് 8 rupees ആർ ബോട്ട് ഫോർ ദ സെയിം എമൗണ്ട്. ഇതേ എമൗണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, 504 എമൗണ്ടിൽ 8 റുപ്പീസിൻ്റെ പേനകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഹൗ മെനി വുഡ് ബി ഗോട്ട്? എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും? 504 റുപ്പീസിന് എത്ര പെന്ന് കിട്ടിയിട്ടുണ്ടാവും? 8 രൂപേൻ്റെ എത്ര പെന്ന് കിട്ടിയിട്ടുണ്ടാവുന്നു എന്നാണ് അടുത്ത ചോദ്യം. ഇതിൽ 8 രൂപേൻ്റെ 504 റുപ്പീസിൽ 8 രൂപയ്ക്ക് എത്ര പേന വെച്ച് കിട്ടിയെന്ന് അറിയാൻ നമ്മൾ അത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. നമ്മൾ 50-ൽ 8 എത്ര പ്രാവശ്യം പോവും? 8 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. 5 പ്രാവശ്യം അല്ല, 6 പ്രാവശ്യം പോവും.
48 വരെ പോകാറുണ്ട്. അത് 8 into 6 48 വരെ പോകാറുണ്ട്. ബാലൻസ് 22 എന്ന് എഴുതാം. ഇനി 4 താഴേക്ക് ഇറക്കിയിടാം. അപ്പോൾ 24 ആയി. 24ൽ 8 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 63 pence ആണ് 504ൽ വാങ്ങാൻ സാധിക്കുക. Sub question number 3. How many pens if pens of 9 rupees are bought? എത്ര പേനയാണ് കിട്ടിയിട്ടുണ്ടാവുക? എത്ര എണ്ണം? 9 rupeesൻ്റെ എത്ര പേന കിട്ടിയിട്ടുണ്ടാവും? ഹൗ മെനി ഇഫ് പെൻസ് ഓഫ് 9 rupees ആർ ബോട്ട്? ഇപ്പോൾ 8 rupeesന് പകരം ഇതേ എമൗണ്ടിന് 9 രൂപേൻ്റെ പേന വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. ഇനി നമുക്ക് നമ്പർ ഓഫ് പെൻസ് ഗെറ്റ് ഫോർ ദി 9 rupeesന് എത്ര പേന കിട്ടും? 504ന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 50ൽ 9 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. അതായത് 9 into 5 45 ആണ്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് 54 ആവും. അത് 15 അധികമല്ലേ. ഇനി നെക്സ്റ്റ് ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന ആൻസർ കിട്ടും. ഇനി 4 താഴേക്ക് ഇറക്കിയിടാം. ഇനി 54ൽ 9 എത്ര പ്രാവശ്യം പോവും? 6 ആയിട്ട്. അപ്പോൾ 54 0. അപ്പം ടോട്ടൽ 9 rupeesന് എത്ര പേനയാണ് കിട്ടുക? 56 pence ആണ് കിട്ടുക. ഓക്കെ, 8 rupeesന് 63 pence ആണെങ്കിൽ 9 rupeesന് എത്ര? അതിന് കമ്മിയായി 56 pence ആണ് കിട്ടുള്ളൂ. ഇനി സബ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് പെൻസ് ഓഫ് 6 rupees ആർ ബോട്ട്, ഹൗ മെനി മോർ പെൻസ് വുഡ് ഗെറ്റ് ദാൻ ദോസ് ഓഫ് 9 rupees? ഇപ്പോൾ 9 rupeesന് പകരം 6 rupeesൻ്റെ ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 9 rupeesനെയും കാട്ടി എത്ര അധികം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. അതായത് 9 rupeesന് നമ്മൾ എത്ര എണ്ണം കിട്ടിയെന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് 6നെയും ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇത്ര കൂടുതലുണ്ട്. 9 rupeesന് കുറച്ച് കമ്മിയായിരിക്കുമല്ലോ കിട്ടുക. 6 rupeesൽ കുറച്ച് അധികം കിട്ടും. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ രണ്ടൊന്നും മൈനസ് ചെയ്താൽ മതി. ഇനി നമ്പർ ഓഫ് പെൻസ് ഗോട്ട് ഫോർ 6 rupees ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 504നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 50ൽ 6 എത്ര പ്രാവശ്യം പോകുന്നു എന്ന് ആദ്യം ആലോചിക്കണം. അപ്പോൾ 48 വരെ പോവും. അതായത് 6 into 8 48 വരെ പോവാറുണ്ട്. ബാക്കി 2 ആണ്. 24ൽ എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യമേ പോവുള്ളൂ അല്ലേ. 6 into 4 ആണ് 24 0. അപ്പോൾ ടോട്ടൽ 84 pence ആണ് കിട്ടിയിരിക്കുന്നത്. 6 rupeesൽ 84 pence കിട്ടി. നമ്മൾ അതിനും കാട്ടി കൂടുതലല്ലേ. അപ്പോൾ 9 rupeesന് എത്ര പേന കിട്ടിയത്? 9 rupeesന് 56 pence ആണ് കിട്ടിയത്. 6 rupeesന് എത്ര pence ആണ് കിട്ടിയത്? 84 pence ആണ് കിട്ടിയത്. അപ്പോൾ ഹൗ മെനി മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 84ൽ നിന്ന് 56 മൈനസ് ചെയ്ത് നോക്കുക. നമുക്കിത് 6ന്ന് 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4ന്ന് 6 മൈനസ് ചെയ്യാൻ നമ്മൾ ബോറോ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ 7. 6ൽ എത്ര പ്രാവശ്യം പോവും? 8 ആണ്. ഇവിടെ 28 pence അധികം കിട്ടുന്നുണ്ട്. മോർ ദാൻ 28 pence മോർ ദാൻ 9 rupees. 9 rupeesൽ മോർ ദാൻ കിട്ടുന്നുണ്ട്.